ചെമ്പനിപ്പൂ സീരിയലിലെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീകാന്തിന്റെയും വർഷയുടെയും ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത ചന്ദ്രയുടെ അടുത്ത് വർഷ പറയുന്നത് ഇന്നെങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആകും, അതൊക്കെ ഞങ്ങളത് ഓൾറെഡി കഴിഞ്ഞു എന്ന് പറയാണേ. ഇത് കേട്ടിട്ട് ചന്ദ്രമതി ആകെ ബ്ലിങ്കസ്യ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആ രംഗത്തിലായിരുന്നു നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാട്ടോ. ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. എന്നിട്ട് ചന്ദ്രമതി ചോദിക്കുന്നത് എന്താ നീ പറയുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ആന്റി, ഇതൊരിക്കലും ഫസ്റ്റ് നൈറ്റ് ആവില്ല, ഇത് എത്രാമത്തെ നൈറ്റാന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ കയ്യിൽ ഇങ്ങനെ എണ്ണുവാണ് കേട്ടോ. 1 2 3. അപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ കണ്ണും തുറച്ച് നോക്കി നിന്നിട്ട് അയ്യോ നിർത്ത്, എന്താ മോളെ ഇത് നീ സ്കൂളിലെ കണക്ക് പോലെ പറയുന്നത്. അങ്ങനെ വർഷ 1 2 3 എന്നൊക്കെ എണ്ണുവാണല്ലോ. അപ്പോഴേക്കും കൈ പിടിച്ചു വെച്ചിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് അയ്യോ വേണ്ട, നീ എന്താ മോളെ സ്കൂളിൽ കണക്ക് പഠിപ്പിക്കുന്നത് പോലെ 1 2 എന്നൊക്കെ എണ്ണുന്നത്, അതൊന്നും നീ എൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വെക്കേണ്ട കാര്യമാണ്, അങ്ങനെ ശബ്ദത്തിൽ പറയേണ്ട കാര്യമല്ല. എന്തായാലും മോള് പോയിട്ട് കുളിച്ചിട്ട് വാ, ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന് പറയുമ്പോഴേക്കും അയ്യോ ആന്റി ഇതൊക്കെ ഓൾറെഡി കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മോളെ നീ ഒച്ച ഉണ്ടാക്കല്ലേ, മെല്ലെ പറ. മോള് ഫസ്റ്റ് നൈറ്റ് എന്ന് വീണ്ടും ഇങ്ങനെ പറയാതിരിക്കെ, സമ്പ്രദായം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ, നീ പോയിട്ട് കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണേ. വർഷയുടെ അടുത്ത് സംസാരിച്ചിട്ട് ചന്ദ്രമതി ആകെ വെള്ളം കുടിച്ച അവസ്ഥയിലാണ് കേട്ടോ ഉള്ളത്. വർഷ പോയി കഴിഞ്ഞതിന് ശേഷം അല്ല ശ്രുതി, ഈ പെൺകുട്ടി എന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്, എല്ലാം കഴിഞ്ഞു എന്നുള്ള കാര്യം ഒരിത്തിരി പോലും നാണം ഇല്ലാതെ എന്തോ രാവിലെ ഭക്ഷണം കഴിച്ച പോലെ ലാഘവത്തോട് കൂടിയിട്ടാണല്ലോ അവർ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു, പക്ഷെ അത് കല്യാണത്തിന് മുന്നാണോ കല്യാണത്തിന് ശേഷമാണോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ മകൻ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല, അവൻ നല്ല പയ്യനാന്നൊക്കെ പറയുമ്പോൾ അതെ നല്ല പയ്യനാണ്, അതുകൊണ്ടാണല്ലോ അവള് വിരൽ വെച്ച് എണ്ണിയത്. അയ്യോ ശ്രുതി നീ ഒച്ചത്തിലൊന്നും പറയല്ലേ, വേറെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വർഷയെ തെറ്റിദ്ധരിക്കും, വാ നമുക്ക് ബാക്കിയുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടിയിട്ട് അവിടുന്ന് പോവാണേ. തുറന്ന് കാണിക്കുന്ന സച്ചി മുകളിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അവനെ വീട്ടിൽ കയറ്റരുതെന്ന് പറഞ്ഞ ഞാനിപ്പോ വീടിന്റെ മുകളിലായി, എന്തൊരു വിധിയാ എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുവാണ് കേട്ടോ. അങ്ങനെ മലന്ന് കിടന്ന് നോക്കുന്ന സമയത്ത് അങ്ങനെ മലന്നിങ്ങനെ കിടക്കുവാണ് കേട്ടോ സച്ചി. അപ്പോ മുകളിൽ ചന്ദ്രനെ കാണുന്നുണ്ടേ. എന്താ നിന്നെയും പുറത്താക്കിയോ, നീയും മുകളിൽ ഒറ്റയ്ക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. പേടിക്കണ്ട കേട്ടോ, ഞാൻ കൂട്ടുതരാം. അങ്ങനെ ചന്ദ്രനെ നോക്കി പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഈ മനുഷ്യന്മാർക്കിടയിൽ കള്ളം അടിപിടി എല്ലാം ഉണ്ട്, എന്നാ അവരൊക്കെ നന്നായിട്ടിരിക്കും. ശ്രീകാന്തിന്റെ കാര്യം നോക്ക്, അവൻ കാരണം അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു, ഹോസ്പിറ്റലിലും പോയി, എന്നിട്ടെന്താ അവനിപ്പോ നല്ലവനായിട്ട് വീട്ടിനുള്ളിൽ കയറി. എന്നാ എന്നെ പോലെ നല്ല മനസ്സുള്ളവൻ ഇപ്പോ മോളിലായി, എല്ലാവരും കൂടി നൈസായിട്ട് അവിടെ നിന്ന് തട്ടി. എന്തായാലും നല്ലവന് നല്ലത് നടക്കുമെന്ന് വിചാരിച്ചിരിക്കാം. പിന്നെ ഞാൻ പാടി നിർത്തിയില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ പാട്ട് കണ്ടിന്യൂ ചെയ്യണേ. അങ്ങനെ പാട്ടൊക്കെ പാടി സച്ചി അവിടെ കിടക്കുകയാണ്. അത് കഴിഞ്ഞ് രേവതിയാണെന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ റൂമും ഡെക്കറേഷനൊക്കെ ചെയ്തില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ചന്ദ്രമതി ചെയ്തിട്ടുണ്ട്, പഴത്തട്ടും പൂത്തട്ടൊക്കെ അവിടെ കൊണ്ടുവച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് അടുക്കളയിലുണ്ട്, ഞാനിപ്പോൾ കൊണ്ടുവയ്ക്കാം എന്ന് പറയാണേ. എന്നിട്ട് കിച്ചണിലോട്ട് പോവാണ് രേവതി. അങ്ങനെ ചന്ദ്രമതി ചെറിയൊരു സന്തോഷത്തിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് വർഷ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത്. വർഷ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നൈറ്റ് ഡ്രസ് ആണ് കേട്ടോ. അത് കണ്ടിട്ട് ചന്ദ്രമതി ഇങ്ങനെ നോക്കുന്നുണ്ടേ. വർഷ ഇറങ്ങിയതിന്റെ പുറകെ ശ്രീകാന്ത് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രീകാന്തിന്റെ നൈസായിട്ട് ചന്ദ്രമതി ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്ത് ഡ്രസ്സാണ് ഇതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇങ്ങനെ തല കൈവയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും വർഷ വന്നിട്ട് എന്താ ആന്റി എന്ന് ചോദിക്കുകയാണേ. അല്ല മോളെ നീ സാരി എടുത്തില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തിനാ ആന്റി സാരി, ഞാനെന്താ വല്ല ഫംഗ്ഷന് പോവാണോ? അത് മോളെ ഞാൻ പറഞ്ഞില്ലേ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം, അതിന് പൂജാമുറി കയറി പ്രാർത്ഥിക്കൊക്കെ വേണം, അതുകൊണ്ട് മോള് സാരി ഉടുക്കണം. അങ്ങനെ സാരി മോളുടെ കയ്യിലില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ സാരി ഉടുക്കുക എന്ന് പറയുന്നത് ഒരു യുദ്ധം നടത്തുന്ന പോലെയാണ്, ഒരുപാട് സമയം എടുക്കുന്നുള്ള കാര്യം പറയാണേ. പിന്നെ എനിക്ക് സാരി അങ്ങനെ കറക്റ്റായിട്ട് ഉടുക്കാനൊന്നും അറിയില്ല, ഞങ്ങൾ തനിയായിരിക്കുന്ന സമയത്ത് ശ്രീകാന്താണ് എന്നെ സാരി ഉടുപ്പിക്കാറുള്ളത്. അത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്തിനാകെ എന്തോ പോലെ ആവുകയും ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മ ഫോൺ ബെല്ലടിക്കുന്ന പോലെ തോന്നുന്നു, ഞാൻ സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടുന്ന് പോവാണേ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രേവതി വരുന്നുണ്ട് കേട്ടോ. വർഷ നിനക്ക് സാരി ഉടുക്കാനല്ലേ, ഞാൻ ഉടുപ്പിച്ചു തരാം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്രമതി നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ, നിന്റെ അടുത്ത് പറഞ്ഞ് ജോലി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് രേവതിയെ പറഞ്ഞു വിടാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട് കേട്ടോ ആന്റി ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യട്ടെ എന്നുള്ള കാര്യം. അതിന് മോളെ നമ്മുടെ വീട്ടിലൊരു ബ്യൂട്ടീഷ്യൻ ഇല്ലേ, എന്നിട്ട് ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താ ആന്റി എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്.
ഇതാ വർഷയ്ക്ക് ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുക്കേ. ഈ കല്യാണത്തിന് നമ്മൾ ചെയ്യില്ലേ ബ്രൈഡൽ മേക്കപ്പോ, അതെ അതെ, അതിൻ്റെ കൂടെ സാരി ഉടുത്തു കൊടുക്കുക എന്ന് പറയണേ. ശരി ആൻറ്റി എന്ന് ശ്രുതി പറയുമ്പോഴേക്കും ഞാൻ സാരി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വർഷ റൂമിലേക്ക് പോവാണേ. വർഷ റൂമിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രമതി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, 25 വർഷമായിട്ട് ഞാൻ വളർത്തിയ എൻ്റെ മകൻ ഞാൻ പോലും അറിയാതെ അവൾക്ക് സാരി ഉടുത്തു കൊടുത്തു. എന്നിട്ട് ഇവൾ എന്നോട് ചോദിക്കുകയാണ് ഞാൻ സാരി ഉടുപ്പിക്കണോ ആൻറ്റി എന്ന്. ഇവളുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേഷ്യപ്പെടണോ അതോ ചിരിക്കണോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഇത് കേട്ട ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, ആന്റി പറയുന്നതൊന്നും അവള് കേൾക്കേണ്ട തൽക്കാലത്തേക്ക്. കുറച്ചു നാളത്തേക്ക് ആന്റിയുടെ തോട്ട്സ് ഒക്കെ ആന്റിയുടെ മനസ്സിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. അതും ശരിയാണ്, പക്ഷെ ഇവളുടെ സംസാരം കേൾക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് ആകെ നാണക്കേടാ തോന്നുന്നത്. അതിന് നിങ്ങൾ എന്തോ ഒന്ന് പറയില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ 2K കിഡ്സ് ആന്റി ആണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, ഈ 2K ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തേയില്ല. ഇപ്പോൾ നീ ആണെന്നുണ്ടെങ്കിൽ പുറംനാട്ടിൽ നിന്ന് വന്നതാണ്, പക്ഷെ നിനക്ക് ഇവിടുത്തെ ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാലോ. ഇവൾ ഏതോ ഉൾക്കാട്ടിൽ നിന്ന് വന്നതാണ്, എന്നിട്ടും ഇവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാല് അപ്പോഴേക്കും ശ്രുതി ചന്ദ്രമതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയാണ് കേട്ടോ. അതെ ആന്റി, കുറച്ച് ഓവറാണെന്നാ തോന്നുന്നത്. അപ്പോഴേക്കും വർഷ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അത് ചന്ദ്രമതി കണ്ടിട്ട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ആ കുട്ടിയുടെ അമ്മ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുത്തില്ല എന്ന് തോന്നുന്നു, അവൾക്ക് അതൊക്കെ ശീലമായിക്കോളെന്ന് പറയണേ. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുറകിൽ വർഷം നിൽക്കുന്നത് കാണുകയാണ്. നീ ചെന്നിട്ട് അവൾക്ക് സാരി കുടിപ്പിച്ച് കൊടുക്ക്. അങ്ങനെ വാ വർഷ എന്ന് പറഞ്ഞിട്ട് ശ്രുതി കൂട്ടിയിട്ട് പോകുമ്പോൾ ചന്ദ്രമതി പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ ചിന്തിക്കുന്നത്. ഇതെന്താ ആന്റി അവളെ സപ്പോർട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ അവളെ കുറ്റം പറഞ്ഞ് സംസാരിക്കുന്നത്? ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ ഞാനില്ലാത്ത സമയത്ത് എന്നെക്കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടാകും. തുടർന്ന് ശ്രുതി സാരിയെ കൊടുക്കാണ് കേട്ടോ വർഷയ്ക്ക്. സാരി ഉടുത്തു കഴിഞ്ഞതിന് ശേഷം വർഷ പറയുന്നുണ്ട്, സൂപ്പറായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ടല്ലോ, എനിക്കും സാരി ഉടുക്കാൻ അറിയാം, പക്ഷേ ആകെ മൊത്തം അലങ്കോലായിരിക്കും, എനിക്കൊരു കംഫോർട്ടേ ഉണ്ടാവില്ല. എന്നാൽ ചേച്ചി സൂപ്പറായിട്ട് എങ്ങനെ ഉടുപ്പിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എൻ്റെ ജോലി തന്നെ ഇതല്ലേ, അതുകൊണ്ട് എല്ലാം നല്ല പെർഫെക്ഷനോട് കൂടി ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. എന്തായാലും നീ ഇരിക്ക്, ഞാൻ ചെറുതായിട്ട് ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്തു തരാം. ഇത് തന്നെ മതി, ഞാനെന്താ വല്ല റിസപ്ഷനോ മറ്റോ പോവാണോ? എന്തായാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മേക്കപ്പ് ഒക്കെ കളയാനല്ലേ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ ശ്രുതിയും ചിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എൻ്റെ ജോലി ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണ്ടേ. ഓക്കെ, ചേച്ചിക്ക് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണ്, നീ എൻ്റെ സിസ്റ്റർ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ ചേച്ചി, രേവതി ചേച്ചി എല്ലാവരും എൻ്റെ സിസ്റ്റേഴ്സ് ആണ്. നിനക്ക് കസിൻ സിസ്റ്റേഴ്സ് ഒന്നും ഇല്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ കസിൻ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നുമായിട്ട് നല്ല ബോണ്ടിങ്ങിലൊന്നുമില്ല, എപ്പോഴും ഞാൻ തനിയെ തന്നെയാണ് ഉണ്ടാവാറ്. എന്നാൽ ഇപ്പം എനിക്ക് 2 സിസ്റ്റേഴ്സിനെ കിട്ടിയല്ലോ. കുറച്ച് ഹോട്ടലിൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. അതിരിക്കട്ടെ, മലേഷ്യയിൽ ചേച്ചിയുടെ വീട് എവിടെയാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി ഒന്ന് പരുങ്ങുന്നുണ്ട്. എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്, അത് സിറ്റിയിലാണെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ ഓക്കെ, സിറ്റിയിൽ എവിടെയാണ്? അവിടെ എയർപോർട്ടിനടുത്ത് ഒരു ടൗണ്, അവിടെ പേരൊക്കെ പറഞ്ഞോ അറിയോ എന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുമ്പോൾ പേരൊന്നും അറിയില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വേണമെങ്കിൽ ഞാൻ ചോദിച്ചു നോക്കാം. ഇത് കേൾക്കുമ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ടല്ലോ, ഇവള് ഇനിയിപ്പോൾ പുതിയ പ്രശ്നമായിട്ട് വരികയാണോ ദൈവമേ നമുക്ക്. അപ്പോൾ മലേഷ്യയിൽ നിങ്ങൾക്ക് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി തിരിച്ച് വർഷയുടെ അടുത്ത് പറയുകയാണെ വായ മൂട് എന്ന്. അപ്പോൾ വർഷം ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട് കേട്ടോ, ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആയിരുന്നല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത്, ഐലൈനർ കാണുന്നില്ല, ഒരുപക്ഷെ എൻ്റെ റൂമിലായിരിക്കും, ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ സുധി നിൽക്കുന്നുണ്ട് കേട്ടോ. സുധി ഒന്ന് എൻ്റെ ബാഗിൽ പോയിട്ട് ഐലൈനർ എടുത്തു തരുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അത് കണ്ട എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ബ്ലാക്ക് കളറിൽ ഒരു ടോപ്പ് ഉള്ളതാണ്, കുറച്ച് സ്ലിം ആയിട്ട് ഇരിക്കുന്നു പറയണേ. ശരി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ സുധി. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വർഷയ്ക്ക് അരികിലേക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോൾ ഞാനെന്താ ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്യുന്നത്, സിസ്റ്റർ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് എന്നെ ശ്രുതി എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഓക്കെ ശ്രുതി, രേവതി ചേച്ചി ഒരു പാവമല്ലേ, എനിക്കും ശ്രീകാന്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓ അങ്ങനെയാണല്ലേ, അപ്പോൾ നിങ്ങളുടെ കല്യാണം നടത്തി തന്നത് രേവതിയാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. സത്യം പറ, ഞാൻ ആരോടും പറയത്തൊന്നുമില്ല ചേച്ചിക്ക് ഒന്നും അറിയില്ലായിരുന്നു കല്യാണം നടക്കാൻ വേണ്ടി പോവാന്ന് പോലും, ഞങ്ങള് പറയാതെയാണ് കൂട്ടിക്കൊണ്ടുപോയത്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നത് ഇവള് കള്ളാണോ പറയുന്നത് സത്യമാണോ പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ലല്ലോ. ഞങ്ങള് കാരണം അവരാണ് പ്രശ്നത്തിൽ പെട്ടത്. എന്തായാലും ഇപ്പൊ ഓക്കെ ആയല്ലോ എല്ലാം. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്ക് ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോൾ കുറച്ച് കഷ്ടം തോന്നും. അതെന്താന്ന് ശ്രുതി ചോദിക്കുമ്പോൾ രേവതി ചേച്ചി ഒരു പാവമല്ലേ, എന്നാൽ അവരുടെ ഹസ്ബൻഡ് സച്ചേട്ടൻ അവർക്ക് മാച്ചേ അല്ല, ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്, മാനേഴ്സ് ഇല്ല, മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല, ആർക്കും റെസ്പെക്ട് കൊടുക്കില്ല, ഒരു പബ്ലിക് പ്ലേസിനകത്ത് എങ്ങനെ നടക്കുന്നതെന്നുള്ള കാര്യം പോലും അവർക്ക് അറിയില്ല, ശരിക്കും ഒരു കാട്ടാളിനെ പോലെയാണെന്നൊക്കെ പറയുമ്പോൾ അതെ അതെ സച്ചി അങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഒരാളുടെ കൂടെ എങ്ങനെയാണ് ചേച്ചി ജീവിക്കുക, അവരെ ഫോഴ്സ് ചെയ്ത് മാരേജ് ചെയ്ത് വെച്ചതാണോ? എനിവേ യെസ്, ഇഷ്ടപ്പെടാണ്ട് നടന്ന മാരേജ് തന്നെയാണ്. അതെന്താണ് അങ്ങനെ കല്യാണം ഇഷ്ടത്തോടു കൂടി നടക്കാൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ തന്നെയല്ലേ നിൽക്കാൻ വേണ്ടി പോകുന്നത്, ഉടനെ തന്നെ നിനക്ക് മനസ്സിലായിക്കോളും.
ഞാൻ വിചാരിച്ചു ശ്രീകാന്ത് പറയാതെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് സച്ചേട്ടന് ദേഷ്യം എന്നാണ്. പക്ഷെ അവരുടെ ക്യാരക്ടറേ ശരിയല്ല. ബൈ നാച്ചർ തന്നെ അവരെ കണ്ട ഒരു റൗഡിയെ പോലെയുണ്ട്, അൺഎഡ്യൂക്കേറ്റഡ് ഫെല്ലോ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ പറയുന്നതെല്ലാം സത്യം തന്നെയാണ്. ഞാനിവിടെ ആദ്യമായിട്ട് വന്ന സമയത്ത് സച്ചിയെ കണ്ട് പേടിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കുടിച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. ഒരു ദിവസം കുടിച്ചു വന്നിട്ട് എന്നെയും അടിച്ചു. വാട്ട് നോൺസെൻസ്, വൈ ഹി ഡിഡ് ദാറ്റ്? നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ചുമ്മാ വിട്ടോ എന്നിട്ട് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, വേറെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഞാനായിരുന്നെങ്കിൽ തിരിച്ചടിച്ചേനെ. അതെ, അടിക്കായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരാളെ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ആകെ അച്ഛൻ പറയുന്ന കാര്യം മാത്രമേ സച്ചി കേൾക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പറ്റുന്നത്. എന്നാ ഇങ്ങനെ ഒരാളുള്ള വീട്ടിൽ നമുക്ക് ആർക്കും നിൽക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ എങ്ങനെയാ രേവതി ചേച്ചി അവരുടെ കൂടെ നിൽക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ തലവിധി, ആ ആളെ ഡിവോഴ്സ് ചെയ്തിട്ട് അവർക്ക് തനിയെ തന്നെ നിൽക്കായിരുന്നല്ലോ. ഇതെല്ലാം ശ്രുതി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അതാണ് അവരുടെ ലൈഫിന് നല്ലത്. ഇങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവരെ വിട്ടിട്ട് പോകുന്നതാണ്. ഇത് കേട്ട് ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഇവള് വന്ന ദിവസം തന്നെ അവരെ പിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ശ്രമിക്കുന്നത്. തുടർന്ന് വർഷ പറയുന്നുണ്ട്, നിങ്ങൾക്കെങ്കിലും പറഞ്ഞിട്ട് അവരൊന്ന് മനസ്സിലാക്കിക്കൂടെ? ഫോറിനിലൊക്കെ ഇങ്ങനെ നടക്കുമോ? മലേഷ്യയിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടുവോ? നിങ്ങൾ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, അവളെ മനസ്സിലാക്കിയാൽ മതി. പറഞ്ഞിട്ട് ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കും. ഇങ്ങനെ വൈഫിനെ ടോർച്ചർ ചെയ്യുന്ന ആമ്പിള്ളേരെ കൂടെ നിൽക്കാനേ പറ്റില്ല. ഇത് വിട്ടാ ഇതിനേക്കാൾ നല്ല ലൈഫ് കിട്ടും അവർക്ക്. ഹസ്ബൻഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ചേർന്ന് വാഴേ ചെയ്യരുത്. തനിയാണെന്നുണ്ടെങ്കിലും സന്തോഷത്തോടു കൂടി ജീവിച്ചൂടെ? ഇത് പുറത്തുനിന്ന് കേൾക്കുന്ന സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, എന്താ ഇവള് വന്ന ദിവസം തന്നെ അവരെ പിരിക്കാനാണല്ലോ നോക്കുന്നത്. നമ്മുടെ കാര്യത്തെ കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് ഇവള് രണ്ട് വെട്ടി കഷ്ണങ്ങളാക്കുമല്ലോ. ശ്രുതി, നമുക്ക് രേവതി സിസ്റ്റർ പോലെയല്ലേ? അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളും കൂട്ടു നിൽക്കണ്ടേ? അതായിരിക്കും സച്ചിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പണിഷ്മെന്റ്. രേവതി ചേച്ചിക്കും ഫ്രീഡം കിട്ടിയ പോലെ ഇരിക്കും, അത് നമ്മൾ അവൾക്ക് മേടിച്ചു കൊടുക്കണം. എന്താ ശ്രുതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി ഇത് പുറത്തുനിന്ന് കേട്ടിട്ട് ഇവള് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള പെണ്ണാണല്ലോ, കുറച്ച് കെയർഫുൾ ആയിരിക്കണം. തുടർന്ന് ശ്രുതി വർഷന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളൊരു ഫ്രീഡം ഫൈറ്ററെ പോലെ സംസാരിക്കുന്നത്? ടെൻഷൻ ആവാതെ, ഇന്ന് നിങ്ങൾക്ക് സ്പെഷ്യൽ ഡേ ആണ്, അതിനെ കുറിച്ച് മാത്രം ചിന്തിക്ക്. ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? അവരൊരു കാർ ഷോറൂമിൽ വർക്ക് ചെയ്യാണ്, സെയിൽസ് മാനേജറായിട്ട്. ഒരുപാട് ഡിഗ്രി ഒക്കെ എടുത്തിട്ടുണ്ട്. പുറത്ത് ബോർഡ് കണ്ടില്ലേ? അതെ, ശ്രീകാന്ത് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ശ്രീകാന്തും കൂടി കൂടിയിട്ട് ഒരു കാർ മേടിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഷോറൂമിൽ നല്ല പ്രൈസിന് കാർ കിട്ടില്ലേ? ഇത് എന്തൊരു ചോദ്യമാണ്. എന്തായാലും ചെയ്തു തരൂ, ഞാൻ പറയാം. ഓക്കെ, എന്തായാലും അവരുടെ ഷോറൂമിൽ തന്നെ ഞങ്ങൾ പോയിട്ട് ചോദിക്കും. ഇത് കേട്ട ശ്രുതി പുറത്തുനിന്ന് മനസ്സിൽ വിചാരിക്കുന്നത്, അപ്പോൾ നമ്മൾ ആ കടയിൽ ജോലി ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവളെ ഡിവോഴ്സ് മേടിച്ചു തരുമല്ലോ. അപ്പോഴേക്കും കഥകിന് മുട്ടാണ് കേട്ടോ ശ്രുതി. എന്നിട്ട് ഐലൈനർ എവിടെയെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ അത് കാണുന്നില്ല, നീ തന്നെ വന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ, ഒരു മിനിറ്റ് നിങ്ങൾ നടക്കി, ഞാൻ വരാം എന്ന് പറയാം. ഞാൻ പോയിട്ട് ഐലൈനർ എടുത്തിട്ട് വരാം എന്ന് പറയുമ്പോൾ, ചേച്ചി എന്തിനാ പോകുന്നത്? അവരുടെ തന്നെ തേടി കണ്ടുപിടിക്കാൻ വേണ്ടി പറ. അവര് സ്ട്രിക്റ്റ് ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ചേച്ചി അവര് നല്ലൊരു ആളാണ്, ഞാൻ എവിടെ വെച്ചെന്നുള്ള കാര്യം അറിയില്ല, ഞാൻ തന്നെ പോയിട്ട് എടുത്തിട്ട് വരാം. അങ്ങനെ റൂമിൽ ചെല്ലാണ്. അപ്പോഴേക്കും കഥ കടയ്ക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി. എന്തിനാ കഥ കടയ്ക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ആ സച്ചി എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ റൂമിലേക്ക് കയറി വന്നിട്ട് നമ്മുടെ റൂം ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയും. അതാണ്, ഞാൻ ഇവിടെ തന്നെയാണല്ലോ ഐലൈനർ വെച്ചിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഓ ഇനിയിപ്പോൾ കുറച്ച് ഐലൈനർ എഴുതിയാലും അവളുടെ സൗന്ദര്യം മാറാനൊന്നും പോകുന്നില്ലല്ലോ, എന്തായാലും നിന്റെ അത്ര വരാൻ വേണ്ടി പോകുന്നില്ലല്ലോ. ഓഹോ, സത്യമായിട്ടും ചുമ്മാ ഐസ് വെക്കില്ലേ? സത്യമായിട്ട് പറഞ്ഞതാണ് ശ്രുതി. വീട്ടിൽ വന്ന മരുമകളിലെ ഏറ്റവും നല്ല സുന്ദരിയായിട്ടുള്ളവള് നീ തന്നെയാണെന്ന് ഇങ്ങനെ ചേർത്ത് പിടിച്ച് പറയാണേ. നിന്റെ അടുത്ത് പോലും അവൾ എത്തില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നെഞ്ചിലിങ്ങനെ ചേർന്ന് കിടക്കുന്ന ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ പെട്ടെന്നൊരു സ്നേഹപ്രകടനമൊക്കെ? എനിക്ക് എപ്പോഴും നിന്നോട് സ്നേഹം ഉണ്ടല്ലോ, അത് ഇടയ്ക്കൊക്കെ പുറത്ത് കാണിക്കണല്ലോ. നീ ആ പെണ്ണിന്റെ അടുത്ത് ഞാൻ നൈസ് ഗൈ ആണെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോ നൈസായിട്ട് നടക്കണല്ലോ. ഇത് നൈസായിട്ട് നടക്കുന്ന പോലെ ഇല്ലല്ലോ, നൈസ് ആക്കുന്നത് പോലെ ഉണ്ടല്ലോ. നമുക്ക് നമ്മുടെ തൊട്ടടുത്ത റൂം പോലെ ഡെക്കറേറ്റ് ചെയ്താലോ നമ്മുടെ റൂം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതെന്തിനാന്ന് ചോദിക്കുകയാണേ. ഇന്ന് അവർക്ക് ഫസ്റ്റ് നൈറ്റ് അല്ലേ? ആര് പറഞ്ഞു? അവള് അമ്മയുടെ അടുത്ത് പറഞ്ഞല്ലോ അവരുടെ ഫസ്റ്റ് നൈറ്റ് അല്ല എന്നുള്ള കാര്യം. അത് ശ്രുതിക്ക് എങ്ങനെ അറിയുന്നത്? അത് ഞാൻ അതിലെ നടന്നു പോയപ്പോ കേട്ടതാണ്. ഇതൊക്കെ നന്നാന്ന് കേൾക്കും ശ്രുതിക്ക്. നമ്മുടെ റൂം ഡെക്കറേറ്റ് ചെയ്താലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇവിടെ എന്താ ഫസ്റ്റ് നൈറ്റിന്റെ എക്സിബിഷൻ വല്ലതും നടക്കുന്നുണ്ടോ? എല്ലാ റൂമും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ചുമ്മാ ഇരിക്കും. ആ വർഷം അവിടെ വെയിറ്റ് ചെയ്യണം, ഞാൻ അവൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കട്ടെ. അവൾക്ക് ചെയ്തതൊക്കെ തന്നെ ധാരാളം. അവളുടെ മുഖം നീ മാറ്റിയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അവള് പോയി ഇവിടെയുള്ള എല്ലാവരെയും മാറ്റുന്നാ തോന്നുന്നത്. അവളുടെ സംസാരവും ആക്ടിവിറ്റീസും എല്ലാം ടെററാണ്. സച്ചിയും രേവതിയും പിരിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. സച്ചിക്ക് പണിഷ്മെന്റ് കൊടുത്തിട്ട് രേവതിക്ക് ഫ്രീഡം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. വന്ന ദിവസം തന്നെ ഇങ്ങനെയാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ശ്രുതി. എന്തായാലും നീ അവളുടെ അടുത്ത് കൂടുതൽ സംസാരിക്കാനൊന്നും പോണ്ട. നീ മലേഷ്യയിൽ നിന്ന് വന്ന പെണ്ണാണ്. അപ്പനാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ബിസിനസ്മാൻ, എന്നാൽ അവളുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ള സ്റ്റേറ്റിലുള്ളതാണ്. അവളോട് കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ശീലമായിക്കോളാൻ വേണ്ടി പറയാൻ കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്